ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് നമുക്ക് ഹൈ പാസ് ഫിൽറ്ററിനെ പറ്റിയിട്ട് പഠിക്കാം. സോ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററിനെ പറ്റിയിട്ടാണ്. സോ എന്താണ് ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹയർ ഫ്രീക്വൻസീസ്, അതായത് ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ഹയർ ആയിട്ടുള്ള എല്ലാ ഫ്രീക്വൻസികളെയും അത് പാസ് ചെയ്യുകയും അതിന് താഴെയുള്ള ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ താഴെയുള്ള എല്ലാ ഫ്രീക്വൻസികളെയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. സോ ഇവിടെ ഞാൻ ഈ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഈ ഒരു ഫിഗർ ഇതൊന്ന് നോക്കി നോക്കാം. ഈ തന്നിട്ടുള്ളത് ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ദിസ് ഇസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ടിപ്പിക്കൽ ഹൈ പാസ് ഫിൽറ്റർ. നൗ ദിസ് ഇസ് ദ എക്സാമ്പിൾ ഐ ഹാവ് ഗിവൺ യു ഈസ് അബൌട്ട് എ ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ. സോ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാവും. സോ ഇൻ ദ എക്സ് ആക്സിസ് ദിസ് ഇസ് ഫ്രീക്വൻസി ആൻഡ് ദ വൈ ആക്സിസ് ഇറ്റ് ഇസ് വോൾട്ടേജ് ഗെയിൻ. നൗ ദർ ഇസ് എ പാസ് ബാൻഡ് ഗെയിൻ ഓഫ് AF. Okay, you can see that plateau region and the gain corresponding to the plateau region is AF, and the stop band is coming at 0.707 AF. So the frequency corresponding to the corresponding gain is given by FL. So there's a lower cutoff frequency. Now whatever the frequencies coming below FL is blocked, and above FL it will be allowed to pass. Okay, so ഇതിന് താഴെയുള്ള FLന് താഴെയുള്ള ഈ ഭാഗത്തെ സ്റ്റോപ്പ് ബാൻഡ് എന്നും ഈ FLന് മുകളിലുള്ളതിനെ പാസ് ബാൻഡ് എന്നും പറയുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദർ ഇസ് എ റോൾ ഓഫ് റേറ്റ് അറ്റ് 20 dB per decade. സോ അത് റോൾ ഓഫ് റേറ്റിൻ്റെ അത് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് അത് 20 dB per decade ആയിട്ടാണ് പോകുന്നത്. അതാണ് ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിന് ഈ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഈസിയാണ്. നൗ ലെറ്റ് us ഹാവ് എ ലുക്ക് അറ്റ് ദ സർക്യൂട്ട്. ഇവിടെ സർക്യൂട്ടിനകത്ത് മുൻപ് കണ്ടിട്ടുള്ളതുപോലെ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിൻ്റെ പോലെ തന്നെയാണ്. ബട്ട് ദർ ഇസ് സ്ലൈറ്റ് ചേഞ്ച്. ദ ചേഞ്ച് ഈസ് ദാറ്റ് ഇവിടെയുള്ള ഈ സിയും ഈ ആറും തമ്മിൽ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ കാണുന്ന ഈ സി ആൻഡ് അതുപോലെ ഇവിടെ കാണുന്ന ഈ ആർ, സിയും ഇവിടെ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിനകത്ത് ആർ ഇവിടെയും സി ഇവിടെയുമായിരുന്നു. ഹിയർ ആർ ഈസ് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആൻഡ് ദ സി ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ദ വി ഇൻ ഈസ് കണക്റ്റഡ് ഹിയർ. സോ ഇറ്റ്സ് ജസ്റ്റ് you just need to interchange it. Okay, and the frequencies will be I'll show you what is the expression for the frequency. And this is a first order low pass but first order high pass Butterworth filter, and here this figure is the frequency response of the corresponding first order high pass Butterworth filter. Okay, അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. So let us get an expression for the output voltage. So the output voltage VO is equal to 1 plus RF by R1 into J into 2 pi F RC divided by 1 plus J into 2 pi F RC into V in. ഇതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് കഴിഞ്ഞ അഥവാ ലോ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ നമുക്കൊന്ന് വേണമെങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. ഈ കേസ് നോക്കൂ. ഇവിടെ വി ഇൻ എന്നുള്ള വോൾട്ടേജ് ഈ കപ്പാസിറ്ററിൽ കൂടെയും റെസിസ്റ്ററിൽ കൂടെയും ത്രൂ ദ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ മെത്തേഡിൽ കൂടെയാണ് കൊടുക്കുന്നത്. So the voltage at this point at the non-inverting terminal is equal to V in into R divided by the reactance of the capacitor, that is XC plus R. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. Now the Y out is equal to 1 plus, so it is given to the non-inverting terminal. That means the output is equal to gain, that is 1 plus RF by R1 into the voltage at the non-inverting terminal. സോ ഈ പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് RF ബൈ R1 ഇൻറ്റു J ഇൻറ്റു 2 പൈ FRC
by 1 plus j into 2 pi f RC into V in. Okay, so VO by V in is equal to, this is AF അല്ലേ, so is equal to AF into മുകളിൽ J into F by FL എന്ന് ഞാൻ എഴുതി, divided by 1 plus J into F by FL, where ഓരോ വാല്യൂസ് ഓരോന്നായിട്ട് നോക്കി നോക്കാം. AF is equal to 1 plus RF by R1, which is the passband gain. Okay, F frequency of the input signal, FL is equal to 1 by 2 pi RC, which is the low cutoff frequency. So ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗെയിൻ ഈസ് ഗിവൺ ബൈ VO by VN equal to AF into F by FL all divided by root of 1 plus F by FL whole square. Okay, so this is the expression for the gain. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്റർ തന്നിട്ട് അതിൽ നിന്നും ഹൈ പാസ് ഫിൽറ്റർ കാണണമെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇൻ്റർചേഞ്ച് ആർ ആൻഡ് സി. ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ, ഇപ്പോൾ ലോ പാസ് ഫിൽറ്ററിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മെത്തേഡ് അതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു ഹൈ പാസ് ഫിൽറ്ററും ഇവിടെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മേ ബി വി ക്യാൻ ഹാവ് an example. So let's try an example. So you need to design a high pass filter for 1 kilohertz and you need a pass band gain of 2. നമുക്ക് നോക്കി നോക്കാം. FL equal to 1 kilohertz അല്ലേ. സോ C is equal to, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് ചൂസ് ചെയ്യാം, 0.01 mu f. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറിൻ്റെ വാല്യൂ, R ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 by 2 pi RC 1 by 2 pi FL C എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 15.9 K. Then R1 equal to RF equal to 10 K എന്ന് കൊടുത്തു കഴിഞ്ഞാൽ AF equal to 2 എന്ന് കിട്ടും. ഓക്കെ, സോ യു ക്യാൻ ഡിസൈൻ എ വാല്യൂ. സോ ഇത്രയും നമുക്ക് അറിയുമെങ്കിൽ ലെറ്റ്സ് ചെക്ക് ഔട്ട്. So I'll just write it down. So AF equal to 2 ആണ്, that means 1 plus RF by R1 should be equal to 2, അല്ലെങ്കിൽ RF should be equal to R1. RF equal to R1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ say 10K. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ബട്ടർവർത്ത് ഫിൽട്ടർ. Now ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് ദ സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ. സോ അതിൻ്റെ കേസിൽ ഓക്കെ, this is the
സർക്യൂട്ട് ഫോർ ദ സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്ററിൽ ചെയ്ത പോലെ തന്നെ അതേ ടൈപ്പ് ഒരു നെറ്റ്വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് ദ ആർ ആൻഡ് സി ആർ ഇൻ്റർചേഞ്ച്ഡ്. അതായത് ഇവിടെ സി ഉണ്ടായിരുന്നത് ഇവിടെ ഹൈ പാസിൽ ഇവിടെയാണ് സി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫ്രീക്വൻസി ഹൈ പാസ് എന്ന് പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസി കടന്നു പോകണം. അതായത് ഹയർ ഫ്രീക്വൻസി കടന്നു പോകുമ്പോൾ അതിന് റിയാക്റ്റൻസ് ഉണ്ടാവരുത്. സോ ഹയർ ഫ്രീക്വൻസി കടന്നു പോകുമ്പോൾ റിയാക്റ്റൻസ് ഉണ്ടാവരുത് എന്നെങ്കിൽ അത് കപ്പാസിറ്ററിൽ കൂടെ കടന്നു പോകണം. സോ കപ്പാസിറ്റർ കൂടെ ത്രൂ ആയിട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ നമുക്കത് ഹൈ പാസിന് കപ്പാസിറ്റർ ഇവിടെയാണെന്നും ലോ പാസിന് ഇവിടെയാണെന്നുള്ളതും നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ. സോ ഇത് കുറഞ്ഞ ഫ്രീക്വൻസിയിൽ ഇതിന് റിയാക്റ്റൻസ് കൂടി വരും, റിയാക്റ്റൻസ് ഉണ്ടാവും. ഫ്രീക്വൻസി കൂടുന്തോറും റിയാക്റ്റൻസ് കുറഞ്ഞു വരും. സോ ദ gain will increase continuously, and you will see a roll rate of increase in rate of 40 dB per decade. ഓക്കെ. അപ്പോൾ അത് കാരണം എന്താണ്? ഇതൊരു സെക്കൻഡ് ഓർഡർ ഫിൽറ്ററാണ്. നൗ മുൻപ് ഹൈ പാസ് സെക്കൻഡ് ഓർഡർ ഫിൽറ്ററിന് പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസൈൻ പാരാമീറ്റേഴ്സും ഇവിടെയും വാലിഡ് ആണ്. വേർ യു വിൽ ബി ഗെറ്റിംഗ് R1 ആൻഡ് RF. കാരണം ഇവിടെ പറഞ്ഞിരുന്നു RFന് നമുക്ക് എത്രയാണ് വേണ്ട വാല്യൂ എന്നുള്ളതെല്ലാം പറഞ്ഞിരുന്നു. അതായത് 0.586 R1 ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു. സോ ഐ വിൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ ഫോർ ദാറ്റ്. സോ ഹിയർ ഫോർ ദ സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ, the voltage gain is given by VO by Vin is equal to AF divided by 1 plus FL by F all raised to 4 root. Okay. FL by F whole raised to 4. Okay. ഹിയർ രണ്ട് കാര്യങ്ങളുണ്ട്. AF ഈസ് ഈക്വൽ ടു 1.586 because this is to ensure Butterworth response. FL low cutoff frequency. Okay, so that is the case for a second order by high pass Butterworth filter. ഇവിടെയും നമുക്ക് മറ്റേ മുൻപ് ചെയ്തിരുന്ന അതേപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി ഈ കാണുന്നത് പോലെ തന്നെയാണ് മറ്റു പലതരം ഡിസൈനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. വേർ യു ക്യാൻ ഡിസൈൻ ഹയർ ഓർഡർ ഫിൽറ്റേഴ്സ്. സോ ഹയർ ഓർഡർ ഫിൽറ്റേഴ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഇപ്പോൾ ലോ പാസ് സപ്പോസ് ഐ ആം ഡിസൈനിങ് എ third order low pass Butterworth filter. എങ്ങനെയാണ് ഞാനത് ഡിസൈൻ ചെയ്യുക? സോ ദ മെത്തേഡ് ഈസ് ഐ വിൽ ഫസ്റ്റ് ഡിസൈൻ എ ഫസ്റ്റ് ഓർഡർ ലോ പാസ് Butterworth filter. Then I will cascade it into a second order low pass Butterworth filter. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടോട്ടലായിട്ട് തേർഡ് ഓർഡർ ലോ പാസ് Butterworth ഫിൽറ്റർ കിട്ടും. ഇനി ഫോർത്ത് ഓർഡർ ആണ് കിട്ടുന്നതെങ്കിൽ സപ്പോസ് ഐ വാണ്ട് ടു ഗെറ്റ് എ ഫോർത്ത് order low pass Butterworth filter അതാണ് കിട്ടേണ്ടതെങ്കിൽ what I will do is I will cascade two second order Butterworth filters. ഇനി ഈ തേർഡ് ഓർഡറിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ there will be a roll off rate at -60 dB per decade. ഫോർത്ത് ഓർഡറിന് ആണെങ്കിൽ -80 dB per
ഡിക്കേഡ് റോൾ ഓഫ് ഉണ്ടായിരിക്കും. So using this technique you can easily design the higher order Butterworth filters. Okay, so that's about the high pass Butterworth filters. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ പഠിച്ചു, അതിൻ്റെ ഡിസൈൻ, ഫ്രീക്വൻസി റെസ്പോൺസ്, പ്രോപ്പർട്ടീസ് പഠിച്ചു. ദെൻ സെക്കൻഡ് ഓർഡർ ബട്ടർവർത്ത് ഫിൽറ്റർ, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ്, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണ്, അതും പഠിച്ചു. ദെൻ വി ഹാവ് ഓൾസോ സീൻ ദാറ്റ് ഹൗ ക്യാൻ വി കൺസ്ട്രക്ട് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിൽറ്റർ, ദാറ്റ് ഈസ് എ ഹയർ ഓർഡർ ഫിൽറ്റർ. അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് പഠിച്ചു. ആൻഡ് ദാറ്റ് ഈസ് യൂസിങ് the cascading different order filters. So that's about the high pass Butterworth filters. And ഇതൊന്ന് എല്ലാവരും ഒന്ന് റെഫർ ചെയ്യുക, ഈ സർക്യൂട്ട് ഡയഗ്രാം കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രാക്ടിക്കൽസ് ഓൾസോ. ഓക്കെ, so that's all for today and thank you.